1926 രൂപീകരിച്ച് അതിൻ്റെ ആശയാദർശങ്ങളിലും ഉദ്ദേശ ലക്ഷ്യങ്ങളിലുമൊന്നും ഒരു മാറ്റവും വരുത്താതെ അതിൻ്റെ കർമ്മമണ്ഡലത്തിൽ അതിന് 100 വർഷം തികക്കാൻ സാധിച്ചു എന്നതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുന്ന കാലം നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. ഒരു ഭാഗത്ത് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം. മുസ്ലിം സമുദായത്തിൽപ്പെട്ട മഹാഭൂരിപക്ഷം ആളുകളും പട്ടിണിയും പരിവട്ടവുമായി ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന വലിയ പരിതാപകരമായിട്ടുള്ള ജീവിത ചുറ്റുപാട്. സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെട്ടതിൻ്റെ പേരിലും അതിനെ പിന്തുണച്ചതിൻ്റെ പേരിലും സമൂഹത്തിൽ സ്വാധീനവും അംഗീകാരവും ഉണ്ടായിരുന്ന ഒരുപാട് പണ്ഡിതന്മാരെയും പ്രമുഖരെയുമൊക്കെ ജയിലിലടക്കപ്പെടുന്ന, നാടുകടത്തപ്പെടുന്ന, തുറുങ്കിലടക്കപ്പെടുന്ന, ക്രൂരമായി കൊലപ്പെടുത്തപ്പെടുന്ന ഭീതിതമായിട്ടുള്ളൊരു സാഹചര്യം. ഇങ്ങനെ സമുദായം മൊത്തം നിരാശ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് വളരെ ആസൂത്രിതമായി, വളരെ തന്ത്രപരമായി ആ സമുദായത്തിന് മുമ്പെന്നും കേട്ടുകേൾവിയില്ലാത്ത വിധത്തിലുള്ള അവരുടെ വിശ്വാസത്തെ ദുർബലപ്പെടുത്തുക എന്ന ശത്രുവിൻ്റെ അജണ്ട നടപ്പിലാക്കുന്നതിനു വേണ്ടി ബിദഈ ആശയങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നത്. ഒരുപക്ഷെ 1926കളിലെ 1920കളിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ജീവിത ചുറ്റുപാടും സാമൂഹ്യ അന്തരീക്ഷവും ഈ 2025 നിൽക്കുന്ന രാജ്യത്തൊരു ഫാഷിസ്റ്റ് ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന, മുസ്ലിങ്ങൾക്കെതിരെ പുതിയ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കാൻ വെമ്പൽ കൊള്ളുന്ന, അവകാശങ്ങൾ ഒന്നൊന്നായിട്ട് നിഷേധിക്കപ്പെടുന്ന, പൗരത്വം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഈ രണ്ട് കാലഘട്ടവും താരതമ്യം ചെയ്താൽ ഇന്നുള്ളതിനേക്കാൾ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു അന്നത്തെ മുസ്ലിങ്ങൾ. പക്ഷെ ഭൗതികമായ ആ പ്രതിസന്ധിയേക്കാളൊക്കെ ഉപരി വിശ്വാസത്തെ ബാധിക്കുന്ന, വിശ്വാസത്തെ ദുർബലപ്പെടുത്തുന്ന, അവന്റെ ജീവിത ലക്ഷ്യത്തെ മാർഗഭ്രംശം നടത്തുന്ന അപകടകരമായ ഒരാശയം സമുദായത്തിലേക്ക് കടത്തിവിടാൻ ശ്രമം നടക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്ക് മറ്റു ഭൗതികമായ പ്രശ്നങ്ങളെക്കാൾ പ്രാഥമികമായി, പ്രഥമമായിട്ട് നേരിടേണ്ടത് ഈ ബിദഈ ആശയങ്ങളെയാണ് എന്ന തിരിച്ചറിവാണ് അക്കാലത്ത് ജീവിച്ചിരുന്ന പണ്ഡിതന്മാർക്കുണ്ടായത്.